എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച് നിർത്തിയത് എന്തായിരുന്നു? ജോഷുവയുടെ ദൈവം പറയുന്നല്ലേ, എന്താ പറയണേ? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. പിന്നെ എന്താണ്? എൻ്റെ ന്യായപ്രമാണം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ ജോഷുവയോടും ദൈവം പറയുകയാണ്. എന്നിട്ട് ഈ രണ്ടാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ജോഷുവ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ മക്കളിൽ 2 പേരെ എടുത്തിട്ട് ഒരു എന്താ പറയുക, ഒറ്റുനോക്കാൻ വേണ്ടിയിട്ട് 2 പേരെ അയക്കുകയാണ്. എങ്ങോട്ട് അയക്കുന്നത്? എരീഹോ പട്ടണത്തിലോട്ട് അയക്കുകയാണ്. കാരണം എരീഹോ പട്ടണം ഇവർക്ക് പിടിച്ചെടുക്കണം, എടുക്കണം. അതൊക്കെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവർ എരീഹോ പട്ടണം ഉറ്റുനോക്കുവാൻ വേണ്ടിയിട്ട് 2 പേരെ അയക്കുകയാണ്. എന്തിനാ? ഉറ്റുനോക്കുകാരായിട്ട് 2 പേരെ അയക്കുകയാണ്. അപ്പോൾ ഇവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരെ സ്വീകരിച്ചത് ആരാന്നറിയാമോ? അവിടെ കോട്ട മതിലിൽ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേര് രാഹാബ് എന്നാണ്. അപ്പോൾ ആ സ്ത്രീയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവൾ വേശ്യ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ചരിത്രത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ ഈ കോട്ട അല്ലേ, അവരുടെ എന്താ പറയുക, നമ്മൾക്കും അറിയാം പണ്ടിവിടെ എന്താണ് കോട്ട കെട്ടും അല്ലേ, രാജാക്കന്മാരുടെ കോട്ട ഇപ്പോഴും ഉണ്ടല്ലോ, അവിടെ ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കോട്ട, ആ കോട്ട, ഈ കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് കുറേ കാഴ്ചയായിട്ട് കാണുവാനുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ പണ്ടത്തെ കാലത്ത് ഈ രാജാക്കന്മാർ അവരുടെ പട്ടണങ്ങളെ വലിയൊരു മതിൽ കെട്ടി അതിനെ സംരക്ഷിക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ മതിലിൻ്റെ ഒത്ത നടുക്ക്, അതായത് കോട്ട മതിലിൻ്റെ ഒത്ത പൊക്കത്തിൽ എന്ത് ചെയ്യും? അവിടെ ഒരു സ്ത്രീയെ താമസിപ്പിക്കും. ഒരു സ്ത്രീ എന്ന് വെച്ചാൽ എന്തിനാണ് താമസിക്കുന്നതെന്നറിയാമോ? ആ വാതിലിൽ കൂടെ, പ്രധാന വാതില, ആ ഗേറ്റിൽ കൂടെ എങ്ങോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ? ഇവരുടെ ഈ സാമ്രാജ്യത്തിനകത്തോട്ട് അല്ലെങ്കിൽ ഈ കോട്ടയുടെ അകത്തോട്ട് കിടക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെയാണ് ഈ സ്ത്രീയെ ഇങ്ങനെ ഇരുത്തുന്നത്. എന്തിനാണെന്നറിയാമോ? ആ സ്ത്രീ ഈ വരുന്ന ആൾക്കാരെ സ്വീകരിക്കും. എന്ന് വെച്ചാൽ അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടത് എന്തും അവൾ ചെയ്തു കൊടുക്കുമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന എന്ത് സഹായം വേണമെങ്കിലും, അത് ശാരീരിക നീഡ്സ് ആണെങ്കിൽ പോലും ഇവൾ ചെയ്തു കൊടുക്കും. എന്നിട്ട് എന്തിനാണെന്നറിയാമോ? ഇവരുടെ മനസ്സിലിരിപ്പ് അറിയണം. ഈ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്തിനാ ഇവരുടെ പുറത്തുനിന്ന് എന്തിനാണ് ഈ കോട്ടയ്ക്കകത്തോട്ട് അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്തിനകത്തോട്ട് അല്ലെങ്കിൽ ഈ രാജാവിൻ്റെ അധികാര പരിധിയിലുള്ളതിനകത്തോട്ട് ഇവരെന്തിനാണ് വന്നതെന്ന് ഇവരുടെ മനോഗതം അറിയണം. അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീയെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊക്കെ അറിയാം അല്ലേ, ഇന്നും അതൊക്കെ തന്നെയല്ലേ നമ്മുടെ രാഷ്ട്രീയക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഇലക്ഷൻ അടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ, തങ്ങളുടെ എതിരായിട്ടുള്ള വൈരികളെ വീഴ്ത്താൻ ഇന്നും എന്താ എടുക്കുന്നത്? സ്ത്രീകളെ ആയുധമായിട്ടെടുക്കും അല്ലേ. സ്ത്രീകൾ പറയും, എന്നെ അവർ പീഡിപ്പിച്ചു, ഇവർ പീഡിപ്പിച്ചു, ആ പീഡനം ഈ പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ഇറക്കും അല്ലേ. എന്നിട്ട് ഇനി സ്ത്രീകൾ എന്തിനാണ് ഇറങ്ങുന്നത്? ഇവർ തേൻകണി അല്ലേ, ഇവർ വശീകരിച്ച് ഇവരെ ആരാണോ എതിരാളി അവരെ വശീകരിച്ച് അവരുടെ കൂട്ടത്തിൽ എന്താണ് ഇവർ എന്ത് അവിഹിതമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കും, അതിൻ്റെ തെളിവ് ശേഖരിക്കും. എന്നിട്ട് എന്താണ് ഇലക്ഷൻ്റെ ടൈം വരുമ്പോൾ അവരെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇവർ ചുമ്മാ ആരെയുമല്ല പിടിക്കുന്നത്. ഇതിനകത്തോട്ട് വരുന്ന നല്ല നല്ല നേതാക്കന്മാരെ ഇവർ വശീകരിച്ചെടുക്കും. എന്നിട്ട് വശീകരിച്ചെടുത്തിട്ട് അവരെ എന്ത് ചെയ്യും? ട്രാപ്പിൽ പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അതവർ അധികാരത്തിന് വേണ്ടി ചെയ്യും. എന്നാൽ പണ്ടത്തെ കാലത്തെ രാജാക്കന്മാർ കുറച്ചും കൂടി ഇവരെ കഴിഞ്ഞ മാന്യതയുണ്ട്. അവർ ചെയ്യുന്നത് അവരുടെ കോട്ടയ്ക്കകത്തോട്ട് ഇവരെന്തിനാണ് കിടക്കുന്നത്? ഇവരുടെ രാജ്യത്തിലോട്ട് കടന്നു വരുന്ന ശത്രുവാണോ മിത്രമാണോ എന്ന് ഇവർക്കറിയണം. എന്ന് വെച്ചാൽ ഇവരുടെ രാജ്യത്തിൻ്റെ സംരക്ഷണമാണ് ഇവർ മുഖ്യമിടുന്നത്. ഇവിടെ അധികാരമാണ് മുഖ്യമിടുന്നതെങ്കിൽ അവിടെ മുഖ്യ വിഷയം എന്താണ്? അവരുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ എല്ലാവരും ഇങ്ങനെ താമസിപ്പിക്കും. അങ്ങനെ താമസിപ്പിച്ചിരിക്കുന്ന എരീഹോ പട്ടണത്തിൽ എരീഹോ മതിലിൻ്റെ ആ കോട്ട മതിലിൽ താമസിപ്പിച്ചിരിക്കുന്ന സ്ത്രീയായിരുന്നു ഈ രാഹാബ് എന്ന് പറയുന്ന വേശ്യയായ സ്ത്രീ. ഓക്കെ, അപ്പോൾ അവൾ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വേശ്യയായിട്ടുള്ളൊരു സ്ത്രീയല്ല, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ളൊരു സ്ത്രീയല്ല. അവളെ രാജാവ് നിയോഗിച്ചിരിക്കുന്നതാണ്. ഈ ഒരു ദൗത്യം കൊടുത്ത് അവളെ അവിടെ നിയോഗിച്ചിരുത്തിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പേര്, ജോഷുവ അയച്ച 2 പേർ അവിടെ ചെന്നു. സ്വാഭാവികമായിട്ടും ഇവർ ആരുടെ അടുത്താണ് എത്തപ്പെട്ടത്? ഈ സ്ത്രീയുടെ അടുത്ത് തന്നെയാണ് എത്തപ്പെട്ടത്. കാരണം ഇവർ വരുമ്പോഴേ ഇവളെന്താണ്, ആ വരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ ഇവളുണ്ടാകും. അപ്പോൾ ഇവൾ തന്നെ ചെന്നവരെ സ്വീകരിച്ച് ഇവളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നറിയാം? ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇവരുള്ള കാര്യം പറഞ്ഞപ്പോൾ ഈ സ്ത്രീ എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ സ്ത്രീ അവിടെ പറഞ്ഞിരിക്കുക, 2-ാമത്തെ അധ്യായത്തിനകത്തോട്ട് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുകയാണ്. എനിക്കറിയാം, ഈ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും
നിങ്ങളുടെ യഹോവയായ ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല, അവൻ മാത്രമാണ് ദൈവമെന്ന് എനിക്കറിയാം. എങ്ങനെ ഇവൾക്ക് അറിവ് കിട്ടിയതെന്നറിയാമോ? ഇവൾ കേട്ടിട്ടുണ്ട്. ഇവൾ അവിടെ ഇരുന്നിട്ട് ഈ കോട്ടമതിലിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടല്ലോ. ഇവളുടെ ജോലി എന്തായിരുന്നു? എല്ലാ ന്യൂസുകളും പിടിക്കുക എന്നുള്ളത് ഇവളുടെ ജോലിയല്ലേ. അപ്പോൾ ഇവൾക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ ന്യൂസ് കിട്ടിയിരിക്കുന്നത്? ഇങ്ങനെ ഒരു ജാതി വരുന്നുണ്ട്. ഈ ജാതിയുടെ അതുവരെയുള്ള ചരിത്രങ്ങൾ മുഴുവൻ ഇവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തൊട്ട് ദൈവം ഇവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് മുഴുവൻ ഇവിടെ എരീഹോയിൽ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം കേട്ട ആളാരാണ്? ഈ സ്ത്രീയെ. കാരണം ഇവളുടെ അടുത്ത് ആദ്യം ന്യൂസ് എത്തുന്നത്, എന്നിട്ടേ അകത്തോട്ട് ന്യൂസ് എത്തത്തുള്ളൂ. ഈ ന്യൂസ് കൊണ്ടുവരുമ്പം പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരുത്തൻ വന്നാണല്ലോ ഇവിടെ ന്യൂസ് കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്തെ പോലെ ഫോണും പരിപാടികളും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവർ വന്ന് ന്യൂസ് അറിയിക്കുകയും ചെയ്യുന്നല്ലേ, ദൂതന്മാരെ അയക്കും. അപ്പോൾ ഇങ്ങനെ ദൂതനെ അയച്ച് ഇവിടെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യം ന്യൂസ് കിട്ടിയത് ആർക്കാം? ഇവൾക്ക് ആ ന്യൂസ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു? ഇവൾ അവരോട് പറഞ്ഞു, എന്താണ്, നിങ്ങളുടെ ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നതും ഇതേ ഉദ്ദേശത്തോട് തന്നെയാണ്. നിങ്ങളുടെ ദൈവം ഈ പട്ടണം നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചു തന്നിരിക്കുക എന്ന് വെച്ചാൽ വന്നവരെ കഴിഞ്ഞ് വിശ്വാസത്തിലായി ഈ സ്ത്രീ പറയുന്നത് നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചു തന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഞാൻ നിങ്ങളെ സേവ് ചെയ്യാം ഇവിടെ. കാരണം ഇവൾക്ക് ഒറ്റക്കൊടുത്ത് ഇവരെ അവിടുന്ന് തീർത്ത് കളയാൻ ആർക്ക് പറ്റും? ഇവിടെയും കൊണ്ട് പറ്റും. അതേ സ്പോട്ടിൽ തന്നെ അവിടെ സംഭവം നടന്നു അല്ലേ. അതേ സ്പോട്ടിൽ തന്നെ എന്താണ്, രാജാവ് ഇവളുടെ അടുത്തോട്ട് ആളെ അയച്ചിരിക്കുക. കാരണം രാജാവിന് അറിയാം അല്ലെ, ഇവളുടെ അടുത്ത് ആര് വന്നു പോകുന്നു എന്നുള്ള ന്യൂസൊക്കെ രാജാവ് ആക്കിയിരിക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളുടെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം, അവരാരാണെന്നുള്ള കാര്യമൊക്കെ രാജാവ് അറിഞ്ഞിട്ട് ഇവളുടെ അടുത്ത് അവരെന്തിയെന്ന് ചോദിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഇവരെ ഒളിപ്പിച്ചു അല്ലേ, മച്ചിൻ്റെ മുകളിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ഒളിപ്പിച്ചിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇന്ന കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളെ അന്വേഷിക്കാൻ ഇവിടെ ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ രാജാവ് അന്വേഷിച്ച് വന്നപ്പോൾ ഇവളെന്താ പറഞ്ഞു? അവർ വന്ന് കാര്യം സാധിച്ചു പോയി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവൾ എല്ലാം ചെയ്യും എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ കാര്യങ്ങളും നോക്കും. ഇവളുടെ അടുത്ത് വരുന്ന ആൾക്കാരെ ഇവൾ എന്തിനാണ് ഇവിടെ സന്തോഷിപ്പിച്ച് അയക്കുകയും ചെയ്യും. അപ്പോൾ ഇവൾ പറഞ്ഞു അവർ കാര്യമൊക്കെ സാധിച്ച് അവർ പോയി എന്ന് രാജാവിൻ്റെ അടുത്ത് എന്താ പറയുക, ഇവൾ ഉത്തരം കൊടുത്തു. ഓക്കെ, പക്ഷേ ഇവരെ എവിടെ ഒളിപ്പിച്ചിരിക്കുക? ഇവളുടെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ എരീഹോ പട്ടണം യഹോവയാം ദൈവം നിങ്ങളുടെ കരത്തിൽ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെയും എൻ്റെ ചാർച്ചക്കാരെയും എൻ്റെ ബന്ധുക്കളെയും മാതാപിതാക്കന്മാരെയൊക്കെ നിങ്ങളെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അവൾക്ക് എന്താ 2 പുരുഷന്മാർ അവൾക്കൊരു അടയാളമൊക്കെ കൊടുത്തു. ഇവരെ എന്നിട്ട് സേവ് ചെയ്ത് ഇവരെ ഇറക്കി വിട്ട അല്ലേ. ഇവരോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പർവ്വതത്തിൽ അവിടെ പോയി ഒളിച്ചോ, ഇവർ നിങ്ങളെ അന്വേഷിച്ച് വരും. എന്നിട്ട് അവർ പോയി കഴിയുമ്പോഴേ നിങ്ങൾ യാത്ര തുടരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ഇവൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. കാരണം ഇവളുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആർക്കറിയാം? ഇവൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അത് അവൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവരെ ഇറക്കി വിട്ടു. ഒരു കയറ് കെട്ടി ഒരു വടം കെട്ടിയാണ് ഇവരെ പുറത്തോട്ട് കിളിവാതിലിൽ കൂടെ പുറത്തോട്ട് ഇറക്കി വിട്ടു. എന്നിട്ട് ഇവർ പറയുകയാണ്, ഞങ്ങളെ ഇറക്കി വിട്ട് രക്ഷിച്ച ഈ കയറുണ്ടല്ലോ, ഇവിടെ നീ എന്ത് ചെയ്യണം? ഒരു ചുമന്ന ചരട് കെട്ടി ഇവിടെ ഇട്ടേക്കണം. അതെന്താ അടയാളമാണ്. കാരണം ഞങ്ങളിത് നോക്കാനും ഇത് പിടിക്കാനും വന്നിരിക്കുന്ന ദൈവം ഞങ്ങളുടെ കരത്തിൽ തരും. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും നശിപ്പിക്കാനാണ്. അപ്പം ഞങ്ങളെ നശിപ്പിക്കാതെ ഇരിക്കണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണമെന്നുള്ള അടയാളമൊക്കെ പറഞ്ഞ് അവർ തിരിച്ചുപോയി. അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾക്കറിയാം, ഈ സ്ത്രീകൾക്ക് പെട്ടെന്ന് ന്യൂസുകളൊക്കെ എത്തുന്നത് അല്ലേ. സ്ത്രീകൾക്ക് ന്യൂസുകൾ എത്തും. കാരണം ഈ സ്ത്രീകളാണ് ന്യൂസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്ത്രീകളാണ്, പുരുഷന്മാരെല്ലാം നല്ല ഇതിലാണ് നിൽക്കുന്നത്, സ്ത്രീകൾക്കാണ് ന്യൂസ് കിട്ടുന്നതെന്ന്. പക്ഷേ ഈ സ്ത്രീക്ക് ന്യൂസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? വീട്ടിലെ പുരുഷന്മാരാണ് ന്യൂസ് കൊടുക്കുന്നത്. ഇവർക്ക് ന്യൂസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പുറത്തുനിന്നാണ് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും പുരുഷന്മാർ എല്ലാവരും അന്താരാഷ്ട്ര കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യത്തുള്ളൂ. നല്ല കേട്ടോ. നാട്ടിലത്തെ സകല അൽക്കുലത്ത് കാര്യങ്ങളും ഇവരെന്ത് ചെയ്യും? ചർച്ച ചെയ്യും. കവലകളിലിരുന്ന് ചായ കുടിക്കാൻ, കാലിച്ചായ കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലുണ്ടാക്കുന്നതിനെ കഴിഞ്ഞ് മോശം ചായയായി. ചായക്കടയിലൊക്കെ കിട്ടണ ചായ അല്ലേ. നമ്മുടെ വീട്ടിലാണ് നമ്മൾ വൃത്തിയായിട്ട് മര്യാദയ്ക്ക് ഉണ്ടാക്കുന്നത്. ഈ ചായ കുടിക്കാതെ ചില ആശാന്മാർ കവലയിലോട്ട് ഇറങ്ങും, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. എന്തിനാണ് ഇറങ്ങുന്നത്? ചായയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ന്യൂസ് കിട്ടാനാണ് ഇറങ്ങുന്നത്. എന്നിട്ട് ഈ ന്യൂസ് കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് വീട്ടിൽ വന്ന് ഭാര്യയുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറയും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഏറ്റവും അടുത്ത ആളുടെ അടുത്ത് പറയും. അങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ ന്യൂസ് കൊടുക്കുന്നത് ആരാ? പുരുഷന്മാരാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ചരിത്രം പറഞ്ഞത് അവളുടെയും ചരിത്രം അങ്ങനെ തന്നെയാണ് ആയിരുന്നു. അവൾക്ക് ന്യൂസ് മുഴുവൻ കൊടുക്കുന്നത് ആരാ? പുറത്തുനിന്ന് വരുന്നവരാണ് ന്യൂസ് കൊടുക്കുന്നത്. ഓക്കെ, അതൊന്ന് പറയാൻ വേണ്ടി ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ,
എന്നിട്ട് ഇനി അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അതിനുശേഷം പിന്നെ 3-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ, ജോഷുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ തന്നെ നിർത്താനല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അക്കരെ കിടക്കണം. ജോർദാനുണ്ട്, മരണയോർദാൻ, യോർദാൻ്റെ അക്കരെ കിടക്കണം. ഇത് മരണയോർദാൻ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇത് കൊയ്ത്തുകാലം വരുമ്പോൾ ഈ യോർദാൻ കര കവിഞ്ഞൊഴുകും. എന്ന് വെച്ചാൽ ഇത് കര കവിഞ്ഞൊഴുകുക എന്ന് പറഞ്ഞാൽ ഈ യോർദാൻ്റെ തീരത്തുള്ള കരയും കവിഞ്ഞിതൊഴുകും. നമ്മൾക്കറിയാമല്ലേ, ഈ നമ്മുടെ കടലിൻ്റെയൊക്കെ തീരദേശങ്ങളിൽ താമസിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, അവർക്കറിയാമല്ലേ, കടലിങ്ങനെ ഈ തിരയടിച്ച് എന്താ പറയുക കയറി വരും. അപ്പോൾ അല്ലേ, നല്ല ഇതിൻ്റെ സമയത്ത് തിരയൊക്കെ ഉള്ള സമയത്ത് വേലിയിറക്കത്തിൻ്റെ ഒക്കെ സമയം വരുമ്പം ഈ തിര എങ്ങനെ കയറി എന്താണ് ആ കരയിലുള്ളവരും അവരുടെ വീടുകളൊക്കെ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഇതിനെ മരണയോർദാൻ എന്നൊരു പേരും കൂടി എന്തുണ്ട്, ഈ ജോർദാനുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇത് കര കവിഞ്ഞൊഴുകും, കരയും കവിഞ്ഞ് ഇത് ഒഴുകും. വന്നിട്ട് എന്താണ്, കൊയ്ത്തുകാലത്ത് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ വിളകളെ നശിപ്പിക്കും. ഇവരുടെ നശിപ്പിക്കുന്ന ഒരു നശീകരണത്തിൻ്റെ സ്പിരിറ്റാണ് ഇവിടെ ഈ ജോർദാനുള്ളത്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ജോർദാൻ്റെ അക്കരെ നിങ്ങൾ കിടക്കാനുണ്ട്. പക്ഷേ ഈ ജോർദാൻ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ നിയമപ്പെട്ടകം, യഹോവയാം ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവുമായിട്ട് പുരോഹിതന്മാർ, ലേവിയ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാർ എന്ത് ചെയ്യണം? ആ ജോർദാൻ്റെ നടുക്ക് നിൽക്കണം. എന്നിട്ട് അവിടെ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? 2000 അടി ദൂരെ വേണം ആര് നിൽക്കാൻ? ജനം നിൽക്കാൻ. അതായത് ഈ നിയമപ്പെട്ടകത്തിൻ്റെ 2000 അടി ദൂരെ വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനോട് അടുത്ത് ചെല്ലരുതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ നമ്മൾക്കറിയാം, അതിനുശേഷം അല്ലേ നമ്മുടെ പുരോഹിതന്മാർ നിയമപ്പെട്ടകവുമായിട്ടും ജോർദാൻ്റെ നടുക്ക് നിന്നു. അതിന് മുൻപേ ദൈവം ജോഷുവയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഈ ജനത്തിൻ്റെ മുൻപിൽ എന്താക്കും? മഹാനാക്കും. അതുകൊണ്ട് നിന്നിലൂടെ ഞാൻ വലിയൊരു അത്ഭുതം ചെയ്തു. അപ്പറേ നമ്മുടെ മോശയെ എന്താണ് ദൈവം ഒന്ന് മഹാനാക്കി. എങ്ങനെയാണ് മഹാനാക്കിയത്? അവിടെ ചെങ്കടൽ 2ആയി പിളർന്ന മോശയിലൂടെ അല്ലേ, അതേപോലെ തന്നെ ഇവിടെ ജോഷുവയോട് പറയാൻ തന്നെ ഞാൻ മഹാനാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നിയമപ്പെട്ടകവുമായിട്ട് പുരോഹിതന്മാർ നിന്നു അല്ലേ. എന്നിട്ട് അവിടെ ജോർദാൻ എന്താ ചെയ്തത്? ജോർദാനെ 2ആയി ദൈവം അവിടെ നിർത്തിയല്ലേ. മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നും നിയമപ്പെട്ടകവുമായിട്ട് പുരോഹിതന്മാർ നിന്നപ്പോൾ അവിടെ ഉണങ്ങിയ നിലമായി ജനമെല്ലാം അക്കരെ കടന്നു അല്ലേ. അതൊക്കെ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. എന്ന് വെച്ചാൽ ഈ മരണ യോർദാന ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവുമായിട്ട് പുരോഹിതന്മാർ അവിടെ കാല് ചവിട്ടിയപ്പോൾ മരണം വരെ യോർദാൻ്റെ ഒഴുക്ക് നിന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ നമ്മൾക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ചില വ്യാപാര ശക്തികളെ, നമ്മളുടെ നന്മകളെ നശിപ്പിക്കുന്ന, നമ്മളുടെ ജീവനെ തന്നെ നശിപ്പിച്ചു കളയുന്ന, നമ്മളുടെ ഉപജീവന മാർഗത്തെ, നമ്മൾ താമസിക്കുന്ന നമ്മളുടെ ഭവനങ്ങളെ പോലും ഒഴുക്കിക്കളയുവാൻ കടന്നു വരുന്ന മരണയോർദാൻ്റെ ശക്തികളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ എന്ത് ചെയ്യും? അതിൻ്റെ ഒഴുക്കിനെ നിർത്തി നമ്മളെ സേഫായിട്ട് ദൈവം എന്ത് ചെയ്യും? അക്കരെ കടത്തും. അതുകൊണ്ട് ഈ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്കെതിരെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ വെളിപ്പെടണം? നമ്മുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടണം. എങ്ങനെയാണ് വെളിപ്പെടേണ്ടത്? നമ്മൾക്കെതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളും നമ്മളുടെ കുടുംബത്തെ തകർത്ത് കളയുവാൻ, നമ്മളുടെ നന്മകളെ ഇല്ലാതാക്കുവാൻ, നമ്മളുടെ സാമ്പത്തികത്തെ ചോർത്തിക്കളയുവാൻ, നമ്മളുടെ ജീവനെ തന്നെ അപഹരിക്കുവാൻ വ്യാപരിച്ചു പോരടിച്ചു നിൽക്കുന്ന ഈ മരണയോർദാനുണ്ടല്ലോ, ഈ മരണയോർദാൻ നമ്മളുടെ കുടുംബത്തിനകത്തോട്ട് കടക്കുവാൻ നിൽക്കുമ്പോൾ അതിനെ തകർത്ത് കളയണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബത്തിനകത്ത് വെളിപ്പെടണം. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതെല്ലാം തകർന്നു മാറും. വന്നിട്ട് ദൈവം എന്ത് ചെയ്യും? നമ്മളെ സ്വസ്ഥതയിലേക്ക്, വാക്തത്വത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം ഇവർ അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറയുക, ജോഷുവയോട് പറയുകയാണ്. ജോഷുവയുടെ മുൻപിൽ എന്താണ്? ജോഷുവയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു തീയിൽ ചുട്ടെടുത്ത് ഒരു കനൽ കത്തി ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു കത്തി ഉണ്ടാക്കിയിട്ട് നീ എന്ത് ചെയ്യണം? നീ നിൻ്റെ ഇപ്പോഴത്തെ ഈ ഇസ്രായേൽ മക്കളെ ഒന്നും കൂടെ പരിച്ഛേദന കഴിക്കാൻ പറഞ്ഞു. എന്തിനാ ഒന്നും കൂടെ എന്ന് പറഞ്ഞതും? ആദ്യത്തെ പരിച്ഛേദന നടത്തി എവിടെയായിരുന്നു? ഇവരുടെ പിതാക്കന്മാർ അല്ലേ. നമ്മൾക്കറിയാം, ജോഷുവയുടെ പുസ്തകത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ഉള്ളത് പുതിയ ജനറേഷനാണ്. പഴയ ജനറേഷനെ മുഴുവൻ ദൈവത്തോട് മറുതലിച്ചതുകൊണ്ട് എവിടെ തീർത്ത് കളഞ്ഞു? മരുഭൂമിയിൽ തീർത്ത് കളഞ്ഞു അല്ലേ. അവരെന്താണ്? അവർ പരിച്ഛേദനയേറ്റവരായി. എന്നാൽ ഈ പുതിയ തലമുറ എന്താണ്? അതായത് ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത കനാൻ പിടിക്കാൻ പോകുന്ന ജനറേഷൻ എന്ത് ചെയ്തിട്ടില്ല? അവർ പരിച്ഛേദന ഏറ്റിട്ടില്ല. അതുകൊണ്ട് ജോഷുവയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ആദ്യം അവരെ പരിച്ഛേദന കഴിക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മൾ ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ
അല്ലേ? നമ്മുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഈ എന്താ പറയുക, നമ്മുടെ ഈ ചെങ്കടൽ കടക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? സ്നാനത്തിനൊരു മുൻകൂറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്നാനത്തോടെയാണ് ഇവർ അക്കരെ കടന്നിരിക്കുന്നത് എന്നവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നെക്സ്റ്റ് ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്താണ്? ഇവർക്കും ഒരു സ്നാനം ആവശ്യമാണ്. ആ സ്നാനമാണ് ജോർദാനിലൂടെ അക്കരെ കടന്നപ്പോൾ അവർക്ക് കഴിഞ്ഞത്. ഇനി അത് കഴിഞ്ഞാൽ മാത്രം പോരാ, ഇവർക്ക് എന്തുണ്ടാകണം? പരിച്ഛേദന കഴിക്കാൻ പറഞ്ഞു. എന്തിനായി പരിച്ഛേദന കഴിക്കുന്നതെന്നറിയാമോ? അത് ദൈവം ഇവർക്ക് കൊടുത്ത എന്താണ്? വാഗ്ദത്തമാണ്. പരിച്ഛേദന കഴിച്ചു കഴിയുമ്പോൾ എന്താണ്? ഇവർ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. സ്നാനപ്പെട്ട് ഇവർ പരിച്ഛേദന കഴിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറ്റപ്പെടുക. അത് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇത് കാണുന്നത്? സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കണം, അല്ലേ? അതാണ് ഇവിടുത്തെ പരിച്ഛേദന എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. ചില ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റ് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവാം ദൈവം നമ്മളുടെ ഉള്ളിൽ വരുന്നത്, അല്ലേ? നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതാണ് പുതിയ നിയമവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ജോർദാനും ആ ഒരു പരിച്ഛേദനയും ഇവിടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവരോട് പറയുക എന്താണ്? ജോർദാൻ കടന്നു, അല്ലേ? അതാണ് സ്നാനം. അപ്പോൾ സ്നാനം കഴിഞ്ഞ് അക്കരെ കടന്നു. അപ്പോൾ പറയുക, നിങ്ങൾ ഇനിത്തെ പരിപാടിക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി വാഗ്ദത്ത കനാൻ പിടിച്ചെടുക്കുവാനായിട്ട് പോവുക, അതിനു മുൻപേ എന്ത് ചെയ്യണം? നിങ്ങൾ പരിച്ഛേദന ഏൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ജോഷുവ എന്താ ചെയ്തത്? അവരെല്ലാം പരിച്ഛേദന ഏറ്റു, അല്ലേ? പരിച്ഛേദന ഏറ്റ് കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയാമോ? 5-ാമത്തെ അധ്യായത്തിൽ ദൈവം ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മിസ്രൈമിൻ്റെ നിന്ദ നിങ്ങളെ വിട്ടുമാറിയിരിക്കുന്നു, ഞാനതിന് ഉരുട്ടിക്കളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതുവരെ ഇവരുടെ മേലെ എന്തുണ്ടായിരുന്നു? ആ മിസ്രൈമിലെ നിന്ദയുണ്ടായിരുന്നു. എന്താണ് മിസ്രൈമിലെ നിന്ദ? അടിമത്തം. മിസ്രൈമ അടിമത്തം, അല്ലേ? അവരെ അവിടെ അടിമകളാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ മേൽ കിടക്കുന്ന നിന്ദ എന്താണ്? അടിമ എന്നുള്ള നിന്ദയാണ് ഇവരുടെ മേൽ കിടക്കുന്നത്. എന്ന് വെച്ചാൽ മിസ്രൈമിലെ അടിമകൾ എന്നുള്ള ഒരു ലേബൽ ഇപ്പോഴും അവരുടെ മേൽ എന്താണ്? അവരുടെ മേൽ കിടക്കുകയാണ്. ആ ലേബൽ, ആ അടിമ എന്നുള്ള ആ ലേബൽ എടുത്തു മാറ്റുവാൻ എന്താ ചെയ്തത്? സ്നാനം കഴിഞ്ഞ് ജോർദാൻ 2ആയി പിളർന്ന് അതിലൂടെ സ്നാനമെന്ന ഒരു അർത്ഥം, ആത്മീയ അർത്ഥം കടന്നിവർ എന്താ പറയുക, പരിച്ഛേദന ഏറ്റു, അല്ലേ? പരിച്ഛേദന ഏറ്റപ്പോൾ ഇവരെന്താണ്? ദൈവത്തിൻ്റെ തുരുത്തികളായിട്ട്, പുതിയ സൃഷ്ടികളായിട്ട് ഇവർ മാറി. അപ്പോൾ ഇവരുടെ ആ പഴയ നിന്ദ എന്താണ്? ദൈവം അങ്ങ് എടുത്തു മാറ്റി. എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ മിസ്രൈമേ അടിമകളല്ല, നിങ്ങളിനി ആരാണ്? ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ് എന്ന് അവരോട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ദൈവത്തെ അറിയുക, അല്ലേ? ആ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ എന്താണ്? ദൈവത്തെ അറിഞ്ഞു. ദൈവം ആരാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവം അവളെ സേവ് ചെയ്തു. അത് നമ്മൾ മുൻപോട്ട് വന്നു കഴിയുമ്പോൾ അവളെയും അവളുടെ കുടുംബത്തെയും എന്താ പറയുക, ഇസ്രായേൽ മക്കളെ സേവ് ചെയ്തു. അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ എന്താണ്? ദൈവത്തെ നമ്മൾ അറിയുക എന്നുള്ളൊരു ഒരു അവസ്ഥ, അല്ലേ? ആ ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത് എന്താണ്? രണ്ടാമത് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പാലിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലേ? റോമാലേഖനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത് എങ്ങനെയാകുന്നത്? രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കണം, അല്ലെ? വാഗൊണ്ട് ഏറ്റു പറയണം. എന്നിട്ട് യേശുക്രിസ്തു കർത്താവാണെന്ന് വാഗൊണ്ട് ഏറ്റു പറയണം. പിന്നെ എന്താണ്? അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ രക്ഷ വന്നു. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. അതെന്താണ്? ഈ സ്നാനം എന്ന് പറയുന്നതും ജലത്തിൽ മുങ്ങിപ്പോയി യേശുക്രിസ്തു കാണിച്ചു തന്നിട്ടുണ്ടല്ലേ? മത്തായിയുടെ സുവിശേഷത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തു ജലത്തിൽ ജോർദാൻ നദിയിൽ എന്താണ്? യേശുക്രിസ്തു സ്നാനമേറ്റു, അല്ലേ? അപ്പോൾ ഈ സ്നാനമേറ്റത് എന്തിനാണ്? നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ പുതുതുരുത്തിയായിട്ട് മാറും. നമ്മൾ ലേഖനത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നമ്മളൊരു പുതു സൃഷ്ടിയായിട്ടാണ് സ്നാനത്തിലൂടെ നമ്മൾ രൂപാന്തരപ്പെടുന്നത്. അതായത് യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചും ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഈ സ്നാനം അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തു കഴിയുമ്പോഴാണ് നമ്മൾ ആരായിത്തീരുന്നത്? ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നാൽ മാത്രമേ നമ്മൾക്ക് എന്തുള്ളൂ? ഈ വാഗ്ദത്ത ദേശം. നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കും, അല്ലേ? നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കും. അപ്പോൾ നിത്യതയുടെ ആദ്യ പടി എന്ന് പറയുന്നത് എന്താണ്? ഇതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുകയാണെങ്കിൽ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുവാൻ തയ്യാറാകണം. ഇത് പ്രമാണിച്ചു കഴിയുമ്പോഴാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും, അല്ലേ? ദൈവത്തെ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ, ദൈവത്തെ അനുസരിച്ച്
അനുസരിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവം നമ്മളുടെ മുൻപിൽ പല പല അത്ഭുതങ്ങൾ ദൈവം ചെയ്ത് നമ്മളുടെ കുടുംബത്തെ, നമ്മുടെയൊക്കെ ദൈവം സേവ് ചെയ്യുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ചില മരണയോർത്താൻ ശക്തികളെ, ചില നമ്മളുടെ നന്മകളെ നശിപ്പിക്കുന്ന, നമ്മളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുവാൻ നിൽക്കുന്ന ചില മരണയോർത്താൻ്റെ ശക്തികളെ തകർത്ത് ദൈവം ഇന്ന് ചിലരെയും കൂടി ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് പോവുക കേട്ടോ. നിങ്ങൾ മറുതരിച്ച് നിൽക്കേണ്ട, നിങ്ങൾ അവരും പറയുന്നത് കേൾക്കേണ്ട. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു? നമ്മൾക്ക് പാരമ്പര്യമല്ല വേണ്ടത്. ഇവരുടെ പാരമ്പര്യം എന്തായിരുന്നു? ഈ ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ പറയും, നിങ്ങളുടെ പാരമ്പര്യം എന്തായിരുന്നു? അടിമ എന്ന പാരമ്പര്യമായിരുന്നു. ആ അടിമനുഖത്തെ തകർത്ത് യേശുക്രിസ്തുവിൻ്റെ മക്കളായിട്ട്, സ്വാതന്ത്ര്യമുള്ള മക്കളായിട്ട് നമ്മൾ മാറണം. നമ്മൾക്ക് അടിമത്വമല്ല വേണ്ടുന്നത്. നമ്മൾക്ക് എന്താ വേണ്ടുന്നത്? നമ്മൾക്ക് ദൈവാത്മാവിൽ സ്വാതന്ത്ര്യം ലഭിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഈ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നമ്മളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് നമ്മളുടെ കുടുംബത്തിന് വിരോധമായി, നമ്മളുടെ അവകാശങ്ങൾക്ക്, നന്മകൾക്ക്, വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി വ്യാപരിച്ച് പോരടിച്ച് നിൽക്കുന്ന സകല മരണയോർത്താൻ്റെ ശക്തികളെയും തകർത്ത് ദൈവം നമ്മളെ വാഗ്ദത്തത്തിലേക്ക് കടത്തുവാനായിട്ട് ഇടയായി തീരും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വെറുതെ വചനം വായിച്ചു പോകുന്നവരല്ല, ആ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നത്. എന്താ പറഞ്ഞത്? ഈ 2026 ദൈവം നമ്മൾക്ക് വലിയ വിടുതലുകളെ തരും. എവിടുന്നാണ് വിടുതലുകൾ സംഭവിക്കുന്നതും? ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ തന്നെ വിടുതൽ ഏറ്റെടുക്കും. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? വചനം വായിച്ച് പഠിക്കാനല്ലേ. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒരധ്യായം പഴയ നിയമം വായിക്കണം, ഒരധ്യായം പുതിയ നിയമം വായിക്കണം. എന്നാലേ നമ്മൾക്കിത് ബാലൻസ് ചെയ്ത് പഴയ നിയമത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് പഴയതും വായിക്കണം, ഒന്ന് പുതിയതും വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇനിയും ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഈ 2026 അത്ഭുത പ്രവർത്തകർ വന്നിട്ടോ അല്ലെങ്കിൽ അത്ഭുതം കാണിക്കുന്നവർ വന്നിട്ടോ ഒന്നും അല്ല വിടുതലിരിക്കുന്നത്. ഈ 2026 വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും ദൈവം ചെയ്യും. ആ വിടുതലുകൾ നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അത് എങ്ങനെയാണ് ഏറ്റെടുക്കുന്നതെന്ന് അറിയാമോ? വചനം വായിച്ച് കൽപ്പനകൾ അനുസരിച്ച് നമ്മൾക്ക് വലിയ വിടുതലുകൾ ദൈവം തരുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളുടെ മുൻപിൽ എന്താണ്? മരണവും ജീവനും വെച്ചിരിക്കുന്നു, അല്ലേ? നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നമ്മൾക്ക് തിരഞ്ഞെടുക്കാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.